നമ്മുടെ ദൃശ്യം 3 ഇറങ്ങിയിട്ടാ. ടീസർ ദൃശ്യം 3യുടെ നീ നമ്മുടെ ജിത്തു ജോസഫ് എന്തിട്ടൊക്കെ അവ കാണിച്ചു വെച്ചിക്കണ. ആള് ഒരു ചെറിയ സിനിമയാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കണ. ഇനി നമ്മൾ കണ്ടാൽ മാത്രം മനസ്സിലാവും ഇത് വലുതാ ചെറുതാണെന്ന്. എന്തായാലും നമ്മുടെ ജോർജ് കുട്ടി എങ്ങനെയാ ഈ കേസിനൊക്കെ രക്ഷപ്പെടാൻ നോക്കാം. എന്തായാലും ദൃശ്യം 1ഉം 2ഉം പടയുന്നു. ദൃശ്യം 2ല് ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ആളുടെ മോൻ്റെ അസ്ഥി കൂടെ വെച്ചപ്പോൾ ആരായിരിക്കണം നമ്മുടെ ജോർജ് കുട്ടി. എന്തായാലും ടീസർ നമുക്ക് കണ്ടുനോക്കാം. വാ കാണാം. കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെട്ടുന്ന അതിഥി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ദൃശ്യം 2 നമ്മുടെ ലാസ്റ്റത്തെ സീൻ ദൃശ്യം 2യുടെ 2026 നമ്മുടെ ദൃശ്യം 3. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം. എന്തായാലും ദൃശ്യം 3 ഇത്തിരി നമ്മൾ ടീസർ കണ്ടിട്ടുള്ളൂ. അതെന്തായാലും പടിയാ. ഫസ്റ്റ് നമ്മളെ കാണിച്ചത് ദൃശ്യം 1നും 2ൻ്റെയാണ് കാണിച്ചത്. 2013 നമ്മുടെ ജോർജ് കുട്ടിയുടെ ഫാമിലി ഫുള്ള് ജോർജ് കുട്ടി ഇല്ലാത്തപ്പോൾ വന്ന് കൊല്ലണ സീനാണ്. ജോർജ് കുട്ടിയുടെ മക്കള് അവരെ കൊല്ലണ സീനാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചത്. സെക്കൻഡിൽ അവസാനത്തെ സീനും ദൃശ്യം 2യുടെ അവസാനത്തെ സീനും. എന്തായാലും ടീസർ എവിടെയാണ് ദൃശ്യം 3. ഇനി ആരായിരിക്കും കേസ് അന്വേഷിക്കുക? നമുക്ക് ബാക്കി ടീസറും കൂടി ഒന്ന് കാണാം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ദൃശ്യം 3 മെയ് 21, 2026 ഇറങ്ങൂട മക്കളെ നമ്മുടെ ദൃശ്യം 3. ഈ ദൃശ്യം 3യിൽ എന്തിട്ടൊക്കെ കാണിച്ചു വെച്ചിരിക്കണാവോ. എന്തായാലും പട്ട സിനിമയാവും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി തിയേറ്ററിൽ. എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയേ കാണുള്ളൂ. നിങ്ങളും കൂടി ഒന്ന് ശ്രമിക്ക്. മെയ് 21 ആലോചിച്ച് വെച്ചോ. ശരി എന്നാ.